നമസ്തേ പ്രിയമുള്ള ഡോക്ടർ മാരാജി പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നത് സൂര്യൻ്റെ മീനൻ രാശിയിലേക്കുള്ള മാറ്റവും ആ മാറ്റത്തോടനുബന്ധിച്ച് മേടം മുതൽ മീനം രാശി വരെയുള്ള 12 രാശിക്കാരുടെയും ശുഭാശുഭ ഫലങ്ങളുമാണ്. സൂര്യൻ ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ എടുക്കുന്ന സമയം ഒരു മാസമാകുന്നു, 30 ദിവസക്കാലമാകുന്നു. മറ്റ് ഗ്രഹങ്ങളെല്ലാം തന്നെ ഇതിൽ വളരെയധികം വ്യത്യാസങ്ങളുണ്ട്. സൂര്യനോട് എപ്പോഴും കൂടെ നിൽക്കുന്ന ബുധനും 30 മുതൽ 45 ദിവസം വരെയാണ് എടുക്കുന്നത്. അപ്രകാരം തന്നെ തുല്യമായി ഏകദേശം ശുക്രനും ചൊവ്വയും അങ്ങനെ തന്നെയാണ്. വ്യാഴം ഒരു രാശിയിൽ നിന്ന് മറ്റൊരു രാശിയിലേക്ക് സഞ്ചരിക്കുവാൻ 1 വർഷമെടുക്കുന്നു. ശനിയാകട്ടെ 2.5 വർഷം, രാഹുകേതുക്കൾ 1.5 വർഷവും. ഇവിടെ സൂര്യൻ്റെ ചാരവശാലുള്ള ഒരു മാസക്കാലത്തെ ഫലനിരൂപണമാണ് ഡോക്ടർ മാരാജി നിങ്ങളുമായി ചർച്ച ചെയ്യുന്നത്. 1200 കുംഭമാസം 30-ാം തീയതി, അതായത് 2025 മാർച്ച് മാസം 14-ാം തീയതി വെള്ളിയാഴ്ച ഉദ്ദേശം വൈകിട്ട് 6:30 കുംഭമാസത്തിൽ നിന്നും മീനമാസത്തിലേക്ക് സൂര്യൻ്റെ പ്രയാണം. ഇതിന് മീനരവി സംക്രമമെന്നാണ് പറയുന്നത്. ഇവിടെ മീനൻ രാശിയിൽ സൂര്യൻ വരുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്. സൂര്യൻ തൻ്റെ ഉച്ചക്ഷേത്രമായ മേടത്തിലേക്ക് ആരോഹണക്രമത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് വളരെയധികം ഗുണമാണ്. കഴിഞ്ഞ 2 മാസം മകരവും കുംഭവും സൂര്യൻ ഉത്തരായനത്തിൽ പ്രവേശിച്ച മാസങ്ങളാണ്. പക്ഷേ ആശ്രയഫലം അത്ര ഗുണമായിരുന്നില്ല മകരത്തിലും കുംഭത്തിലും. പക്ഷേ മീനത്തിൽ സൂര്യൻ്റെ ആശ്രയഫലം വളരെ ഗുണമാണ്. തോയോത്ഥ പണ്യവിഭവ വനിതാധൃതശ്ച അന്ത്യേ. തോയ ഉത്ഥ പണ്യവിഭവ, ജലവുമായി ബന്ധപ്പെടുന്ന വസ്തുക്കളിൽ നിന്നുമുണ്ടാകുന്ന ലാഭം സൂര്യൻ പ്രദാനം ചെയ്യും മീനൻ രാശിക്കാർക്ക്. സ്വതവേ മീനം ഒരു ജലരാശിയാണ്. അതിൻ്റെ ചിഹ്നം തന്നെ 2 മത്സ്യങ്ങളാണ്. അതിനാൽ ജലവുമായിട്ട് ബന്ധപ്പെടുന്ന പദ്ധതികളെല്ലാം തന്നെ വിജയിക്കും മീനമാസത്തിൽ സൂര്യൻ വരുമ്പോൾ. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വനിതാധൃത, വനിതകളാൽ, സ്ത്രീകളാൽ ആദരിക്കപ്പെടുക എന്നൊരു വലിയ ഫലവും കൂടിയുണ്ട്. തൻ്റെ വീട്ടിൽ തന്നെ സ്ത്രീകളാൽ ആദരിക്കപ്പെടുക, ബഹുമാനിക്കപ്പെടുക, അല്ലെങ്കിൽ പ്രാധാന്യം ലഭിക്കുക, ദാമ്പത്യത്തിലൊക്കെ തന്നെ തൻ്റെ കർമ്മമേഖലയിൽ അന്യ സ്ത്രീകളാൽ തനിക്ക് ആദരവ് ലഭിക്കുക, ഇങ്ങനെ ധാരാളം ഗുണങ്ങൾ ഇവിടെ സൂര്യൻ പ്രദാനം ചെയ്യുന്നതാണ്. പ്രിയമുള്ള പ്രേക്ഷകരെ, അടുത്തതായി നാം ചർച്ച ചെയ്യുന്നത് ധനുരാശിക്കാരുടെ ഈ മീനൻ രാശിയിലേക്കുള്ള സൂര്യൻ്റെ പ്രയാണവും അതുമായി ബന്ധപ്പെട്ട ധനുരാശിക്കാരുടെ ശുഭാശുഭ ഫലങ്ങളുമാണ്. മൂലം, പൂരാടം, ഉത്രാടം നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ 15 നാഴിക വരുന്ന 2 നക്ഷത്ര സമൂഹമാകുന്നു ധനുരാശി. ധനുരാശിക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ധനുരാശിക്കാരുടെ 9-ാം ഭാവം ഭാഗ്യസ്ഥാനമാകുന്നു ചിങ്ങം. ആ ചിങ്ങൻ രാശിയുടെ അധിപനാകുന്നു സൂര്യൻ. ആ സൂര്യനാണ് 4-ാം ഭാവത്തിൽ നിൽക്കുന്നത്. 12 രാശികളിലും ധനുരാശിക്കാർക്ക് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത് പിതൃധനി, പിതാവിൻ്റെ ധനം ലഭിക്കുക, അല്ലെങ്കിൽ പിതാവുമായി ബന്ധപ്പെടുന്ന ധനം, പേര്, പ്രശസ്തി, അതിലൂടെ ഉണ്ടാകുന്ന എല്ലാം അനുഭവിക്കേണ്ട യോഗം ധനുരാശിക്കാർക്കാകുന്നു. അതിനാൽ ധനുരാശിക്കാർക്ക് സൂര്യൻ്റെ ചാരവശാലുള്ള മാറ്റം എത്രത്തോളം ശുഭാശുഭ ഫലങ്ങൾ ഉണ്ടാക്കുന്നു എന്ന് നാം ചിന്തിക്കണം. സൂര്യൻ ഒരു ശുഭഗ്രഹമല്ല, സൂര്യൻ പാപഗ്രഹമാകുന്നു. ഈ പാപഗ്രഹമായ സൂര്യൻ 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. 4-ാം ഭാവം ശുഭഗ്രഹങ്ങൾക്ക് നല്ലതാണ്, പക്ഷെ പാപഗ്രഹങ്ങൾക്ക് അത്ര നല്ലതല്ല. വിസുഖ പീഡിതമാനസ ചതുർത്ഥേ എന്നാണ് 4-ാം ഭാവത്തിൽ സൂര്യൻ നിൽക്കുമ്പോൾ പറഞ്ഞിരിക്കുന്നത്. വിസുഖ വിഗതം സുഖം യസ്യസഹ, സുഖം കൈവിട്ടു പോകുന്നു, സ്വസ്ഥത നശിക്കുന്നു. പീഡിതമാനസഹ, പീഡിതം മാനസം യസ്യസഹ, പീഡിതമായ മനസ്സ് ആർക്കാണോ ഉള്ളത് അങ്ങനെയുള്ള വ്യക്തിയാണ് പീഡിതമാനസഹ എന്ന് പറയുന്നത്. അതിനാൽ മനസ്സിന് അങ്ങേയറ്റം സ്വസ്ഥത നശിക്കുന്നു, സുഖം നശിക്കുന്നു. കാരണം 4-ാം ഭാവം എന്താണ്? നിങ്ങളുടെ സുഖസ്ഥാനമാണ്. 4-ാം ഭാവം കൊണ്ട് ചിന്തിക്കേണ്ടത് ഇതൊക്കെയാകുന്നു. മാതാ സുഹൃത്ത് മാതുല ഭാഗിനേയ, ക്ഷേത്രം സുഖം വാഹനം ആസനം ജ, ലാളിത്യം അംഭശയനന്ത്യ വൃദ്ധി, പശുവാധികം വേശ്മഗതാർ ചതുർത്ഥാർ. അമ്മാവന്മാർ, മരുമക്കൾ, സുഹൃത്തുക്കൾ, വീട്, ജലം, ഇതൊക്കെ ചിന്തിക്കേണ്ടത് 4-ാം ഭാവം കൊണ്ടാണ്. നിങ്ങളുടെ സുഖം ചിന്തിക്കേണ്ടത് 4-ാം ഭാവം കൊണ്ടാണ്. അവിടെ
ഒരു പാപഗ്രഹം നിൽക്കുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. ഇവിടെ സൂര്യൻ 9ാം ഭാവാധിപനാണ്. 9ാം ഭാവം എന്താകുന്നു? ഭാഗ്യം, ധർമ്മം, ദയാ, പുണ്യ, പിതാവ്, തപസ്, ഇതൊക്കെ ചിന്തിക്കേണ്ടുന്ന ഭാവമാകുന്നു 9ാം ഭാവം. 9ാം ഭാവാധിപനായ ഗ്രഹമാണ് 4ാം ഭാവത്തിൽ നിൽക്കുന്നത്. ശരിക്കും പിതാവിൻ്റെ ധനം ലഭിക്കുമെന്നൊരു ഫലം പറയുമ്പോൾ പൈതൃകമായ സ്വത്ത് കാര്യങ്ങളൊക്കെ അനുഭവിക്കാനുള്ളൊരു അവസരം ഈ 4ാം ഭാവത്തിൽ ഗൃഹസ്ഥാനത്ത് സൂര്യൻ നിൽക്കുമ്പോൾ ഉണ്ടാകും. ഒരുപക്ഷെ പൂർവികമായ സ്വത്ത് ലഭിക്കുക, അല്ലെങ്കിൽ അച്ഛൻ്റെ സ്വത്ത്, അത് എന്ത് ചെയ്യുന്നു? ഈ ഒരു ഘട്ടത്തിൽ അത് എല്ലാവരൊക്കെ ചേർന്നുകൊണ്ട് അതിനെ നിശ്ചയിക്കുക, അല്ലെങ്കിൽ ഭൂമി നിശ്ചയിക്കുക, തരംതിരിക്കുക, ഒരാൾക്ക് എഴുതി കൊടുക്കുക, പ്രമാണങ്ങൾ, ഇതിനൊക്കെ അനുകൂലമായ സമയമാണ്. പക്ഷെ അതിനൊക്കെ തനിക്ക് മുൻതൂക്കം ലഭിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് തന്നോട് അസൂയ തോന്നും എന്നൊരു ഫലമുണ്ട്, ബന്ധുക്കൾക്കും ജനങ്ങൾക്കും. അതിനാൽ ശ്രദ്ധിക്കണം. തുരിയേ ദിനേശെ അതിശോഭാധികാര ജനസമ്പ്രജ്ഞൻ വിഗ്രഹം ബന്ധുദോപി എന്നാണ് ചമത്കാര ചിന്താമണിയിൽ പറഞ്ഞിരിക്കുന്നത്. 4ൽ സൂര്യൻ നിൽക്കുമ്പോൾ തൻ്റെ അതിശോഭ കാരണം, സ്വതവേ ധനുരാശി അങ്ങേറ്റം ഊർജ്ജസ്വലതയുള്ള രാശിയാണ്. അതിനാൽ തൻ്റെ അതിശോഭ കാരണം ജനസമ്പ്രജേത് വിഗ്രഹം ബന്ധുദോപി, ബന്ധുക്കളും ജനങ്ങളുമൊക്കെ തന്നോട് കലഹിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പ്രവാസി, തനിക്ക് ദേശം വിട്ടു പോകാനുള്ള ഒരു വലിയ ആഗ്രഹമൊക്കെ ഉണ്ടാവും. ശ്രദ്ധിക്കണം. പ്രവാസി ദേശം വിട്ടു പോകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ യാത്രയൊക്കെ സുഖമാണെങ്കിൽ മാത്രം, ജോലി സെക്യൂർഡ് ആണെങ്കിൽ മാത്രം യാത്ര ചെയ്യുക. വിവക്ഷാഹവേ മാനഭംഗം, ശത്രുക്കളുമായി യുദ്ധം ചെയ്ത് തൻ്റെ അഭിമാനത്തിന് ഭംഗമുണ്ടാകുന്നു. 4ാം ഭാവം സുഹൃത്തുക്കളുടെ ഭാവമാണ്. സുഹൃത്തുക്കൾ ശത്രുക്കളാകും. അങ്ങനെ ശത്രുക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നാൽ അത് തനിക്ക് വളരെ മോശകരമായി സംഭവിക്കുന്നതാണ്. കഥാചിന്ത ശാന്തം ഭവേത്തസ്യ ചേതഃ, തൻ്റെ മനസ്സിന് ഒരു ശാന്തതയും ഉണ്ടാവുകയില്ല. 4ാം ഭാവം ഹൃദ്ഭാവമാകുന്നു. നമ്മുടെ ദേഹശാസ്ത്രത്തിൽ, ഫിസിയോളജിയിൽ പരാംഗം മാനം മുരഹ ഹൃദയമാകുന്നു. അവിടെ ഹൃത്കാരകനായ സൂര്യൻ വരുമ്പോൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരും. അതിനാൽ ശാരീരികമായി ഹൃദയത്തെ വളരെയധികം ശ്രദ്ധിക്കുക. മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, 10ാം ഭാവത്തിലേക്കാണ് 4ാം ഭാവാധിപനായ ഗ്രഹം നോക്കുന്നത്. ശാരീരികമായി പാദങ്ങൾക്കുണ്ടാകുന്ന വൈകല്യങ്ങൾ, കാൽമുട്ട് വേദന, തുടകൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ ഉണ്ടാകാം. പിന്നീട് 4ാം ഭാവം അധോമുഖ രാശിയാണ്. യദ്യാരൂഢം അധോമുഖംഭം അഖിലേഹി ഹീയതേ വിത്താദിവിഹി, അധോമുഖ രാശി ആരൂഢമായി വരുമ്പോൾ കാശ് മുതലായ വിഷയങ്ങളിൽ എന്ത് ചെയ്യുന്നു? എല്ലാവരും തന്നെ കൈവിടുന്നു. സുഹൃത്തുക്കളും കൈവിടുന്നു, ബന്ധുക്കളും കൈവിടുന്നു. അതിനാൽ കാശ് വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കപ്പെടേണ്ടുന്ന ഒരു മാസമാകുന്നു ഈ ഒരു മാസക്കാലം. അഭിപതേ വാഹാദിത പൃച്ഛത, തനിക്ക് വാഹനത്തിൽ വീഴുവാനുള്ള യോഗമുണ്ടെന്ന് പറയുന്നുണ്ട്. അതിനാൽ വാഹനം വളരെ ശ്രദ്ധിക്കുക. അത് 2 വീലറായാലും 4 വീലറായാലും ബഹുപാത രാശി വലിയ വാഹനങ്ങളായാലും ശ്രദ്ധിക്കേണ്ടത് ധനുരാശി നിശാരാശിയാണ്, രാത്രി രാശിയാണ്. അതിനാൽ രാത്രി സഞ്ചരിക്കുന്ന സമയത്ത് അപകടങ്ങൾ ഉണ്ടാവുക, വാഹനാപകടം ഉണ്ടാവുക, അത് വളരെ ശ്രദ്ധിച്ചിട്ട് രാത്രി യാത്ര ധനുരാശിക്കാർ ചെയ്യേണ്ടതാണ്. ഇവിടെയും പരിഹാരമായി ശിവക്ഷേത്ര ദർശനം, ശിവന് കൂവളമാല ജലധാര വഴിപാടായി ചെയ്യുക. അപ്രകാരം തന്നെ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി ചെയ്യുക, മൃത്യുഞ്ജയ ഹോമം ചെയ്യുക. ശത്രു സംബന്ധമായ ദുരിതങ്ങളെല്ലാം തന്നെ മാറട്ടെ. അച്ഛൻ്റെ സ്വത്ത് കിട്ടാൻ വളരെയധികം താല്പര്യം ഉണ്ടാകുന്ന സമയമാണ്, അത് ലഭിക്കുന്ന സമയമാണ്. തന്ത്രപൂർവ്വം മാത്രം അതിൻ്റെ കരുക്കൾ നീക്കുക, അല്ലെങ്കിൽ ബന്ധുക്കൾ താനുമായി കലഹിക്കും, അവരുമായി ബന്ധപ്പെടുന്ന പ്രയാസങ്ങൾ ഉണ്ടാകാം. വളരെ ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ നീക്കിയാൽ ധനുരാശിക്കാർക്ക് വളരെ അനുകൂലമായ സമയമാകുന്നു. നന്ദി, നമസ്കാരം.